ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഈ ചൂട് സമയത്ത് തീർച്ചയായിട്ടും നാരങ്ങ വെള്ളമോ തണ്ണിമത്തൻ ജ്യൂസ് ഇതേപോലുള്ള ജ്യൂസുകളൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് ഇന്ന് അത് തന്നെ ചെയ്യാം. ഒരു തണ്ണിമത്തനും ഒരു ചെറുനാരങ്ങയും കൊണ്ട് നല്ല അടിപൊളി ഒരു ജ്യൂസ്, 2 ജ്യൂസായിട്ടോ, തണ്ണിമത്തൻ ജ്യൂസും ലെമൺ ജ്യൂസും. അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ കുറച്ച് കസുകസ് ഇതേപോലെ കുറച്ച് കസുകസ് എടുത്ത് നമുക്ക് വെള്ളത്തിനകത്തില്ല, കുറച്ച് വെള്ളം, പച്ചവെള്ളം അങ്ങോട്ട് ഒഴിച്ചു വെക്കാം. കാര്യം ഇതൊന്ന് കുതിരട്ടെ. കസുകസ് അല്പം വെള്ളത്തിനകത്ത് ഇട്ടിരിക്കുകയാണ്, അത് പെട്ടെന്ന് തന്നെ കുതിർന്നെടുക്കാം. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ ഇതേപോലെ ഒരു ജ്യൂസ് അടിക്കുന്ന ജാർ അങ്ങോട്ട് എടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അങ്ങോട്ട്, ഒരു പച്ചമുളക്, ഒരു പിടി പുതിനയില നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതുകൂടെ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. പുതിനയില ഇട്ടതിന് ശേഷം നാരങ്ങ അങ്ങോട്ട് അങ്ങോട്ട് എടുക്കുക. ഒരു നാരങ്ങ എടുക്കുകയാണ് ഞാൻ. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇതേപോലെ കുറച്ച് ഐസ് കട്ട അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇത് തണുത്ത വെള്ളമാണ്, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി നമുക്ക് പിന്നെ തേക്കും. ഇത് നല്ലപോലെ നടിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പഞ്ചസാരയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്തോണം. ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടല്ലോ, മധുരത്തിൻ്റെ ഒരു തോതനുസരിച്ച് മധുരം ചേർക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്പം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ കറക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് താഴോട്ട് വെക്കണം. നമ്മുടെ കസുകസൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് കുതിർന്നതിന് ശേഷം കുറച്ച് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുതിന ലൈം ജ്യൂസ് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മധുരം കുറവായിരിക്കും, നിങ്ങളുടെ ആവശ്യത്തിന് മധുരം ചേർക്കാവുന്നതാണ്. ഒരു കഷ്ണം ഐസ് കൂടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുതിന ലൈം ജ്യൂസാണ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ്. ഈ ചൂട് സമയത്ത് ഇതേപോലുള്ള പാനീയങ്ങൾ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷമൊക്കെ കിട്ടും അല്ലേ? തീർച്ചയായിട്ടും കുടിക്കാവുന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന സാധനവുമാണ്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തണ്ണിമത്തൻ ജ്യൂസും കൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഈ തണ്ണിമത്തൻ ഒന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുക്കുക. കുരുവൊക്കെ കളയാവുന്നൊക്കെ കളഞ്ഞേക്കണം. ഇനി ഇതിങ്ങനെ അങ്ങോട്ട്
കൊത്തി അരിഞ്ഞെടുത്താൽ നമുക്ക് ഇതേപോലെ നൈസായിട്ട് കിട്ടും. ഇതിൻ്റെ അകത്ത് തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കുകയും ചെയ്യും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഒരു 2-3 ഏലക്ക. അപ്പോൾ ഈ തണ്ണിമത്തൻ്റെ അകത്തെ കുരു കുറച്ചൊക്കെ പറക്കി കളഞ്ഞു. കളയാവുന്നത്ര കളയുക, കളഞ്ഞില്ലൊരു കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഏലക്കയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മധുരം ആവശ്യമുള്ളവർക്ക് ചേർക്കാം, മധുരം ആവശ്യമില്ലാത്തവർക്ക് ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളത്രത്തോളം ഐസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഷുഗറിൻ്റെ പ്രശ്നമുള്ളവർ പഞ്ചസാര ഇടുകയോ ചെയ്യില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. ഒത്തിരി അങ്ങ് അരച്ച് പോകണ്ട, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കും. നേരത്തെ നമ്മൾ ലെമൺ ജ്യൂസിനെടുത്ത ആ കശേഷിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതുകൂടെ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഐസ് കട്ട ഇവിടെ അങ്ങോട്ടിടാം. ഇതേപോലെ കുറച്ച് പച്ചമുന്തിരി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, 2-3 അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഈ കത്തി നിൽക്കുന്ന ചൂടിന് തീർച്ചയായിട്ടും ഒരാശ്വാസം കിട്ടും ഇതേപോലെ തണുത്ത ജ്യൂസൊക്കെ കുടിച്ചാൽ. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടി ജ്യൂസ് വീട്ടിൽ ചെയ്യാം. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടണൂടെ അമർത്തിയേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.